1947 ആഗസ്റ്റ് 15 നാനാത്വത്തിൽ ഏകത്വമെന്ന് പാടിപ്പതിഞ്ഞ ഈ മഹാരാജ്യത്തിന് ഇംഗ്ലീഷുകാരിൽ നിന്നും സ്വാതന്ത്ര്യം കിട്ടിയത് വളരെ വലിയ പോരാട്ടത്തിലൂടെയാണ്. ജീവിത സംസ്കാരവും ഭാഷയും ഭക്ഷണരീതി പോലും പരസ്പരം കടം കൊണ്ട അയൽ സംസ്ഥാനത്തിനോട് ജീവനു വേണ്ടി, ജീവിതത്തിനു വേണ്ടി, നിലനിൽപ്പിനു വേണ്ടിയുള്ള പോരാട്ടം തുടങ്ങിയിട്ട് രാപ്പകലുകളേറെയായി. ആ പോരാട്ടം ഇന്നും തുടരുന്നു. നമ്മൾ കാണാത്ത, കേൾക്കാത്ത, അറിയാത്തത്രയും വിദൂരത്തിൽ, നമ്മുടെ കാഴ്ചയ്ക്കുമപ്പുറം, കാഴ്ചയ്ക്കപ്പുറം. അമ്മോ, അമ്മോ, എടി മടി പിടിച്ച് കിടക്കാതെ എഴുന്നേൽക്കുന്നുണ്ടോ? ഇന്ന് സ്കൂളിൽ പോണ്ടേ നിനക്ക്? വേഗം എണീക്ക്. ഈ പെണ്ണിന്റെ ഒരു കാര്യം. അമ്മോ, വേഗം ആവട്ടെ. അമ്മു, വാ പോവാം. രക്ഷിക്കൂ, 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 കേരള ജനതയെ രക്ഷിക്കൂ, 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 കേരള ജനതയെ രക്ഷിക്കൂ, 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 ഞങ്ങളുടെ നാടിനെ രക്ഷിക്കൂ, 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 ഞങ്ങളുടെ ജീവൻ രക്ഷിക്കൂ, 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 കേരള ജനതയെ രക്ഷിക്കൂ, 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 ഞങ്ങളുടെ ജീവൻ രക്ഷിക്കൂ, അമ്മു വന്നേ. രക്ഷിക്കൂ, രക്ഷിക്കൂ, ഞങ്ങളുടെ നാടിനെ രക്ഷിക്കൂ, രക്ഷിക്കൂ. രക്ഷിക്കൂ, രക്ഷിക്കൂ, ഞങ്ങളുടെ ജീവൻ രക്ഷിക്കൂ, 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 കേരള ജനതയെ രക്ഷിക്കൂ. ഡാം പൊട്ടും, ഉറപ്പാ. ഇപ്പൊ ഉള്ളത് പൊട്ടില്ല മണ്ട. ഡാം പൊട്ടും പൊട്ടെന്ന് പറഞ്ഞിട്ട് കൊറേ നാളായല്ലോ. എന്നിട്ട് പൊട്ടിയോ? പൊട്ടും 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 പൊട്ടും, ഉറപ്പായിട്ടും പൊട്ടും. ഇന്നലത്തെ TV ന്യൂസ് നീ കണ്ടോ? ആ കേട്ടു. ഇനി ഒരു ഭൂചലനം കൂടെ ഉണ്ടായ ഡാം ഡും. എന്റെ അച്ഛനും പറഞ്ഞു ഡാം പൊട്ടുമെന്ന്. ഇപ്പൊ തന്നെ ഡാമിന് ഒത്തിരി വിള്ളലുകളുണ്ട്, വെള്ളവും കൂടുതലാ. ഡാം പൊട്ടുമെന്നുള്ളത് തീർച്ചയടകിച്ചു. ഡാം പൊട്ടിയാല് നമ്മളെല്ലാം വെള്ളത്തിനടിയിലാവും. ഞാനും നീയും ഈ അമ്മുവും നമ്മുടെ അച്ഛനും അമ്മയും നമ്മുടെ സാറുമാരും എല്ലാരും വെള്ളത്തിനടിയിലാവും. വീടും മരങ്ങളും നമ്മുടെ സ്കൂളും എന്ന് വേണ്ട എല്ലാം വെള്ളത്തിലൂടെ ഒലിച്ചു പോകും. എല്ലാരും ചാവും. നിലയില്ലാതെ കുത്തിയൊഴുകി വരുന്ന വെള്ളത്തിൽ ശ്വാസം കിട്ടാതെ വെള്ളം കുടിച്ച് വയറു പെരുവി
നമ്മളെല്ലാരും ചത്തുപോകും. പിന്നെ പിന്നെ നമുക്ക് ആർക്കും ആരെയും കാണാൻ പറ്റില്ല. അയ്യോ, അപ്പൊ എന്റെ അമ്മയുടെ വയറ്റിലെ കുഞ്ഞുമാവയോ? നമ്മളെല്ലാം വെള്ളത്തിനടിയിലാവും. ഞാനും നീയും ഈ അമ്മുവും നമ്മുടെ അച്ഛനും അമ്മയും നമ്മുടെ സാറുമാരും എല്ലാരും വെള്ളത്തിനടിയിലാവും. എല്ലാരും ചാവും. നിലയില്ലാതെ കുത്തിയൊഴുകി വരുന്ന വെള്ളത്തിൽ ശ്വാസം കിട്ടാതെ വെള്ളം കുടിച്ച് വയറ് പെരുവി നമ്മളെല്ലാരും ചത്തുപോകും. അമ്മോ, 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 നീ എന്താ പുസ്തകം തുറന്നു വെച്ച സ്വപ്നം കാണുവാ? എന്താ മോളെ? അമ്മേ, നമുക്കിവിടെ നിന്ന് പോവാം. എവിടേക്ക്? അച്ഛന്റെ ജോലി സ്ഥലത്തേക്ക്. ചെന്നൈയിലേക്കോ? അതെ, നമുക്കിവിടെ നിന്ന് പോകാം അമ്മേ. ഇല്ലെങ്കിൽ അച്ഛൻ തനിച്ചാവൂലേ? നീ എന്തൊക്കെയാ മോളെ ഈ പറയുന്നേ? ഡാം പൊട്ടി, വെള്ളപ്പൊക്കം വന്ന് ശ്വാസം മുട്ടി നമ്മൾ എല്ലാരും മരിക്കുമ്പോ അച്ഛൻ മാത്രം ആവൂലേ? അമ്മൂനെ അമ്മയും കാണാതെ അച്ഛൻ ഒത്തിരി സങ്കടപ്പെടൂലേ? അമ്മോ, നീ വെറുതെ ആവശ്യമില്ലാത്ത ഓരോന്ന് ചിന്തിക്കണ്ട. ഡാം പൊട്ടുമെന്ന് ആരാ പറഞ്ഞേ? എല്ലാരും പറയുന്നുണ്ടല്ലോ. അതൊന്നും കേട്ട് മോള് പേടിക്കണ്ട കേട്ടോ. ഡാമിന് ഒന്നും സംഭവിക്കില്ല. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. ആർക്കും ഒരാപത്തും വരുത്താതെ ദൈവം എല്ലാരും കാത്തോളൂ. ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും അമ്മേ. കേൾക്കും. മോള് കരയാതെ. കരയണ്ട കേട്ടോ. ഭൂചലനം അഥവാ ഭൂകമ്പം ഭൂമിയുടെ അന്തർഭാഗത്തുണ്ടാകുന്ന ചലനത്തിന്റെയോ നീക്കത്തിന്റെയോ ഫലമായി തുടർച്ചയായി ഉണ്ടാകുന്ന പ്രത്യാഘാതമാണ് ഭൂചലനം അഥവാ ഭൂകമ്പം. ഭൂകമ്പത്തിന്റെ ഫലമായി കിലോമീറ്ററുകളോളമുള്ള പ്രദേശങ്ങൾ ഒന്നടങ്കം നശിക്കപ്പെടുന്നു. ആ പ്രദേശത്തുള്ള കെട്ടിടങ്ങൾ, പാലങ്ങൾ, ഡാമുകൾ ഉൾപ്പെടെ സർവ്വതും നശിക്കുന്നു. അമ്മു, അമ്മു, ഇവിടെ വെള്ളമൊന്നുമില്ല. വെള്ളമില്ല.
ஹலோ, யாரு யாரு பேசுறது? இருக்கு, இதோ கூப்பிடுறேம்மா. தினேசன், உனக்கு ஒரு கோல் வந்திருக்கு. ഹലോ ഏട്ടാ, ഇത് ഞാനാ. ആ പറയൂ. ഏട്ടാ, നമ്മുടെ മോള് മോൾക്ക് എന്ത് പറ്റി? മോള് ഒന്നുമില്ല മോൾ, ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഡാം പൊട്ടില്ലെന്ന് ഇപ്പം മനസ്സിലായില്ലേ? ആ, നല്ല കുട്ടി. ആ, മിസ്സസ് ദിനേശൻ, നിങ്ങൾ അമ്മൂനോടൊപ്പം ഇവിടെ വെയിറ്റ് ചെയ്യും. മോളെ, ഭയപ്പെടാനൊന്നുമില്ല. മോൾ അമ്മയോടൊപ്പം ഇവിടെ ഇരുന്നോളൂ. വാ മോളെ. ആ, ദിനേശൻ സർ, പ്ലീസ് കം വിത്ത് മീ. അച്ഛൻ ഇപ്പൊ വരാം. മോൾ അമ്മയെടുത്ത് നിൽക്കേ. വൈഫിനോട് ഭയപ്പെടാനൊന്നും ഇല്ലാന്ന് ഞാൻ പറഞ്ഞെങ്കിലും ഇതത്ര നിസ്സാരമായ പ്രശ്നമല്ല മിസ്റ്റർ ദിനേശൻ. ഡാം തകരുമെന്ന ചിന്ത അമ്മുവിന്റെ മനസ്സിൽ ആഴത്തിൽ വേരുപിടിച്ചു കഴിഞ്ഞു. ഏത് നിമിഷവും പൊട്ടുന്ന ഡാമും അതിനെ തുടർന്ന് സംഭവിക്കുന്ന മരണങ്ങളും ദുരന്തങ്ങളും ഒക്കെയാണ് ഇപ്പൊ അമ്മുവിന്റെ മനസ്സ് നിറയെ. ഡോക്ടർ, എന്റെ മോള്... വിഷമിക്കണ്ട, നമുക്ക് ട്രീറ്റ് ചെയ്യാം. ബട്ട് ഇറ്റ് വിൽ ടേക്ക് സം ടൈം. അതുവരെ ക്ഷമയോടെ കാത്തിരിക്കണം. മോളുടെ മനസ്സ് ഒരു തരത്തിലും വിഷമിക്കാതെ നോക്കണം. ഞാൻ കുറച്ച് മെഡിസിൻസ് തരാം, അതെല്ലാം മുടങ്ങാതെ കൊടുക്കണം. ഡാം തകരുന്നതിനെ കുറിച്ചുള്ള വാർത്തകളോ ദൃശ്യങ്ങളോ അമ്മുവിന്റെ ശ്രദ്ധയിൽപ്പെടാതെ നോക്കണം. ഇത് അമ്മുവിന്റെ മാത്രം പ്രശ്നമല്ല. അമ്മുവിന്റെ പ്രായത്തിലുള്ള മറ്റു കുട്ടികൾക്കും ഡാമിനെ കുറിച്ചുള്ള ആദി കയറിയാൽ ഇത്തരം മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. ദിനേശൻ ധൈര്യമായി പൊയ്ക്കോളൂ. അമ്മുവിനെ പഴയ അമ്മുവായി തന്നെ ഞാൻ നിങ്ങൾക്ക് നൽകും. മരുന്ന് കഴിക്കും. വെള്ളം. മോളെ, എന്താ ഇത്? എന്താ എന്താ മോളെ, എന്താ പറ്റിയത്? മോള് ഒന്നുമില്ല, ഒന്നുമില്ല മോളെ, ഒന്നും സംഭവിക്കില്ല. മോള് വെറുതെ ഒന്നും ചിന്തിക്കണ്ട. സൗദാമിനി, നീ മോളെ കിടത്തി ഉറക്കാൻ നോക്ക്. മോളെ
சார் சிதம்பரம் ஸ்பீக்கிங். என்னாச்சு? சார் அது வந்து சார் இன்ஸ்பெக்ஷன் எல்லாம் முடிஞ்சாச்சு. சரி, டாம் எல்லாம் சுத்தி பார்த்தாச்சு. அப்புறம் கேரள மக்கள் சொல்றது உண்மைதான் சார். டாமோட கண்டிஷன் பிரச்சனை இருக்கு சார். இட்ஸ் வெரி டேஞ்சரஸ். இன்னொரு டாம் புதுசா கட்டுறது தான் பெட்டர். என்னவே பைத்தியமா உனக்கு? இல்ல சார், நான் சொல்றது வந்து யோ, நான் சொல்றது எதுக்காக உங்களை அங்க அனுப்புறது? புதுசா ஒரு டாம் வந்துருச்சுன்னா அந்த அக்ரிமெண்ட் எல்லாம் அப்படியே கிழிஞ்சிரும். தமிழ்நாடு அரசாங்கமும் தமிழ்நாடு மக்களும் அதுக்கு ஒத்து வராது சார். புரியுதா? இன்ஸ்பெக்ஷன் எல்லாம் வந்து டிராமா மட்டும்தான். சார் அப்படி சொன்னா டாமுக்கு எதுவும் ஆகல. அதுதான் உன்னோட ரிப்போர்ட். குட் கண்டிஷன். உன் முடிவுல தான். சார் அப்படி ஒரு ரிப்போர்ட் வந்ததுன்னா டூ வாட் ஐ செட். சார் என்னங்க? எதுவும் இல்ல. டாமுக்கு எதுவும் ஆகலையா? டாடி வாங்க டாடி, வெளியில போய் விளையாடலாம். கண்ணா, டாடிக்கு நிறைய வேலை இருக்குடா. இப்போ நீ தனியே போய் விளையாடு. எங்க? ம் ம் என்னய்யா? எதுக்கு அர்ஜென்டா? வெயிட் பண்ண சொல்லு. யாரு?